സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ വീട്ടുതൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റുന്നത് സംബന്ധിച്ച് പ്രാബല്യത്തിൽ വന്ന നിയമം വീട്ടുതൊഴിലാളികൾക്ക് ആശ്വാസവും നൽകുന്നതാണ്. ചൂഷണങ്ങളാലും അടിച്ചമർത്തലുകളാലും പീഡിപ്പിക്കപ്പെട്ടു വരുന്ന വീട്ടുതൊഴിലാളികൾക്ക് 100% പരിഗണന നൽകിക്കൊണ്ടുള്ള ഈ നിയമം വേദനാരഹിതമായ നവയുഗത്തിന് വഴിയൊരുക്കട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തെ പ്രവാസലോകം ഇവിടെ ആരംഭിക്കുന്നു. കക്കാട് മാളിയേക്കൽ സെയ്തലവി എന്ന പ്രവാസിയെ ജിദ്ദയിൽ കാണാതായി. കഴിഞ്ഞ 24 വർഷമായി ജിദ്ദയിലെ റുവൈസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അൽഖുംറ എന്ന സ്ഥലത്തും മുമ്പ് സെയ്തലവി ജോലി ചെയ്തിരുന്നു. സെയ്തലവി അവസാനമായി 1 വർഷം മുമ്പാണ് നാട്ടിൽ വന്നു പോയത്. ഇക്കഴിഞ്ഞ ജൂൺ 6-ന് വീട്ടിലേക്ക് അവസാനമായി ഫോൺ ചെയ്ത് ഉടൻ നാട്ടിലേക്ക് വരികയാണ് എന്നറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഒരു വിവരവുമില്ല. അദ്ദേഹത്തിന്റെ ഇഖാമ കാലാവധി കഴിഞ്ഞും പുതുക്കിയിട്ടില്ലാത്ത അവസ്ഥയിലാണുള്ളത്. കാണാതായത് സംബന്ധിച്ച് ബന്ധുക്കൾ ജിദ്ദയിലെ കോൺസുലേറ്റിൽ പരാതി നൽകിയിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഞങ്ങളുടെ മാന്യപ്രേക്ഷകർക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ദയവായി പ്രവാസലോകം ജിസാൻ പ്രതിനിധി വെന്നിയൂർ ദേവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 00966507781167. അംഗീകൃത മെഡിക്കൽ സെന്ററുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളില്ലാതെ ജൂലൈ 1 മുതൽ വീട്ടുജോലിക്കാർക്കുള്ള വിസ അപേക്ഷകൾ ബഹ്റൈനിൽ സ്വീകരിക്കില്ല. GCC അംഗീകൃത മെഡിക്കൽ സെന്ററുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം വേണമെന്ന കാര്യം നാഷണാലിറ്റി, പാസ്പോർട്ട്, റെസിഡൻസ് കാര്യവിഭാഗമാണ് അറിയിച്ചത്. ഇതോടൊപ്പം ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നൽകിയ രേഖകളും പാസ്പോർട്ട് കോപ്പിയും സ്പോൺസറുടെ ID-യുടെ കോപ്പിയും ഹാജരാക്കണം. വീട്ടുജോലിക്ക് എത്തുന്നവർ അസുഖബാധിതരല്ല എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം. അപേക്ഷകൾ കാലതാമസമില്ലാതെ പാസാക്കാനായി മതിയായ രേഖകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് തൊഴിലുടമകളോട് NPRA അഭ്യർത്ഥിച്ചു. കൊല്ലം നെടുമ്പന സ്വദേശിയായ സുരേഷ് കുമാർ ഉഷയെ വിവാഹം ചെയ്ത് ബഹ്റൈനിലെ മനാമയിലേക്ക് പോയത് 2012-ലായിരുന്നു. വെറും 6 മാസത്തെ ദാമ്പത്യത്തിനൊടുവിൽ അതിനിടയിൽ പലതവണ വാങ്ങിച്ച അല്ലെങ്കിൽ ചോദിച്ചാൽ ആ സ്വർണവും പണവും ഒന്നും ഉഷ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഉഷയെ ഉപേക്ഷിച്ച മട്ടാണ്. ഇതുവരെയും നാട്ടിലേക്ക് വന്നിട്ടില്ല. ഇൻഡോറിൽ നിന്ന്, മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് നഴ്സാണ് ഉഷ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ചേച്ചിമാരുടെ കൂടെയാണ്. അവരോട് തന്നെ ചോദിക്കാം. വെറും 6 മാസത്തെ ദാമ്പത്യമാണ് അവരുടെ ഇടയിലുള്ളത്. അവരുടെ ആ ഒരു സങ്കടമാണ് നമ്മളിവിടെ കാണുന്നത്. ഉഷ വിവാഹം കഴിഞ്ഞിട്ട് എത്ര മാസം സുരേഷ് കുമാറിന്റെ കൂടെ കഴിയും? എത്ര ദിവസം? 1 മാസം 8 ദിവസം. 38 ദിവസത്തെ ദാമ്പത്യമാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതല്ലോ? കരയരുത്. എന്തിനേ കരയണേ? എട്ടാമത്തെ ഞങ്ങളെല്ലാരും തറയെ വെക്കാതെ വളർത്തിയതാ. 8ാമത്തെ കൊച്ചാതെങ്ങനെ ഞങ്ങൾ തറയെ വെക്കാതെ വളർത്തിയതാ. നിങ്ങൾക്ക് ഉഷ കരയുന്നത് കൂട്ടുകാരികൾ ആലോചിച്ച വിവാഹം. പക്ഷെ അറേഞ്ച് മാരേജാണ്. എനിക്കറിയത്തില്ല എത്ര കള്ളനാണെന്ന്, എന്നെ വഞ്ചിക്കുമെന്ന്. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ, എന്റെ ഫോട്ടോ കണ്ട അന്ന് പറഞ്ഞു ഫോൺ ചെയ്തു, നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കത്തില്ല. എന്റെ വീട്ടുകാരൊക്കെ വേർത്തത്. എന്നിട്ട് ഞാൻ സ്നേഹം കൊണ്ടെന്ന് വിചാരിച്ച് സ്വീകരിച്ചു പോയത്. പണവും മുതലും ഒന്നും നോക്കിയില്ല. 1 സെന്റ് വസ്തുവോ 1 വീടും ഒന്നും ഇല്ലാത്ത ആളാ. എന്നിട്ട് ഇന്ന് ഞാൻ കാത്തിരിക്കുന്ന എന്നെ ഇത്രയും ദ്രോഹം ചെയ്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഈ കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പൈസ തനിക്ക് അയച്ചതുണ്ട്? ഇല്ല. തനിക്ക് എന്തെങ്കിലും സ്നേഹപരമായുള്ള വാക്ക് ഇയാൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉണ്ടാ? ഇല്ല. ആദ്യമൊക്കെ നല്ല സ്നേഹത്തോടായിരുന്നു വർത്താനം. പിന്നെ വീട്ടുകാരാണ് ഞാൻ സ്വർണം കൊടുക്കാത്തത്. നീ സ്നേഹമുള്ള ഭാര്യയല്ല, അവളെ എന്തിനാടാ നീ നിർത്തിയിരിക്കുന്നത്, നീ അവളെ ഉപേക്ഷിക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് വേറെ ബന്ധം നടത്തി തരാമെന്ന് പറഞ്ഞു. 5 വർഷമായിട്ട് ഇയാൾ തന്നെ നിങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ? ഇല്ല. വിളിക്കുന്നില്ലല്ലോ? ഫോൺ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇല്ലല്ലോ? ഇല്ല. എത്ര കാലമായി? ഇപ്പൊ ഒരു 2.5 വർഷം കൊണ്ട് ഒട്ടും വിളിക്കത്തില്ല. ഈ 2 വർഷം മുമ്പ് വിളിച്ചപ്പോൾ ഈ കാശ് തന്നെയല്ലേ? സ്വർണവും കാശുമല്ലേ ചോദിക്കുന്നത്? വേറെ ഒന്നും. അപ്പൊ അയാളുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വർണമാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ ശമ്പളമാണ്, നിങ്ങളല്ല. മനസ്സിലായില്ലേ? ഞാൻ അയാളെ സ്വഭാവം എനിക്കറിയില്ല. പക്ഷെ അയാൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് അയാളുടെ ലക്ഷ്യം. നിങ്ങളെ ഊറ്റിയെടുക്കുക എന്നുള്ളതാണ്.
നിങ്ങൾ മുഴുവൻ പെട്ടില്ല എന്നുള്ളതിൽ സന്തോഷകരമാണ്. നിങ്ങളുടെ സ്വർണങ്ങൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? കേസ് കൊടുത്തിട്ട് കിട്ടി, നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. ലോക്കറിന്റെ ഇനി അയാളുടെ കയ്യിൽ എത്ര കാശുണ്ട്? 1,00,000 രൂപയും 2 വളയും ഉണ്ട്. അത്രയേ ഉള്ളൂ. അത് അവരോട് തരാൻ പറയാം. മനസ്സിലായില്ലേ? ഇപ്പോൾ 1,00,000 രൂപ എന്ന് പറയുന്നത് 2 വളയെന്ന് പറഞ്ഞാൽ അത്ര ഒരു ഭീകരമായ എമൗണ്ട് അല്ല ഇപ്പോഴത്തെ നമ്മളെ സമൂഹത്തിൽ. ഞാൻ പറയുന്നത് മോള് ഇത് അവസാനിപ്പിക്കാറല്ലേ? അതിന് കേസ് കൊടുത്തല്ലേ? എതിരായിട്ട് ഡൈവോഴ്സിന് കേസ് കൊടുത്തല്ലേ? അപ്പം അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് കരയുന്നത് എന്തിനാ? ചിരിക്കല്ലേ വേണ്ടി? കള്ളന്മാരാണെന്നുള്ളതിൽ നിങ്ങൾക്ക് നിങ്ങളോട് അയാളെ സ്വഭാവത്തെക്കുറിച്ചൊന്നും എനിക്ക് നിങ്ങൾ പറയുന്ന വിവരങ്ങളാണ് എനിക്കുള്ളത്. ഇതാണ് ഇയാളെ എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾക്കറിയുന്നത് വ്യർത്ഥമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് കാത്തിരിക്കരുത്. പിന്നെ അവരറിയോ ഇവരറിയോ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ നമ്മളെ വഴിയിൽ ജീവിച്ചു പോകലാണ്. ആളുകൾക്ക് പലതും പറയാനുണ്ടാവും. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളെ ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. മകള് ഏറ്റവും വേഗത്തിൽ ഏറ്റവും അടിയന്തരമായിട്ട് ഡൈവോഴ്സ് അയാളത് സ്വീകരിച്ച് ഡൈവോഴ്സിന് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഡൈവോഴ്സ് അക്സെപ്റ്റ് ചെയ്ത് അവോയ്ഡിങ് ലീവ് ഹിം. യു ലീഡ് യുവർ ഓൺ ലൈഫ്. യു ഫൈൻഡ് അനദർ മാരേജ്. ഒരു ബന്ധു വഴി ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തപ്പം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഞാനും വൈഫിന്റെ കുട്ടികളുമായിട്ട് സുഖമായി ജീവിക്കുന്നു. അത് ജീവിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഉഷ കരയരുത്, ഉഷ അയാളെ കുറിച്ച് അന്വേഷിക്കരുത്, ഉഷ അയാളെ കുറിച്ച് ചിന്തിക്കരുത്, ഉഷ അയാൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. പ്ലീസ്. അത് നിങ്ങളോടും ദൈവത്തിനോടും ചെയ്യുന്ന ഒരു അനീതിയാണ്. ഒരു തെറ്റും ചെയ്യാതെ വഞ്ചിച്ചത് ഓർത്ത് കരയുന്നത്. മോളെ, അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വഞ്ചിക്കപ്പെട്ടു. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഉഷ കരയരുത്. എനിക്ക് പറയാനുള്ളത് അപ്പൊ അയാള് ഡൈവോഴ്സ് അപ്പൊ അയാളോട് നമുക്ക് അത് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇത് വളരെ വേഗം അവസാനിപ്പിക്കലാണ് ബുദ്ധി. അയാളോടൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ അയാളോടൊന്നും പറയുന്നില്ല. സാധാരണ ഇത്തരത്തിലുള്ള ഇതിൽ ഞാനോട് കാശ് കൊടുക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് സാറേ. എന്നോട് ചെയ്ത വഞ്ചന എന്തുകൊണ്ട് എന്നോട് ചെയ്തിങ്ങനെ? വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്റെ ജീവിതം എന്തിനു നശിപ്പിച്ച്? ഇതൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടിരിക്കുമ്പോൾ പറയാൻ പറ്റും. ഇതൊന്നും അയാളെ കണ്ട് ചോദിക്കേണ്ട ഒരു കാര്യം ഇനിയില്ല. അയാളെ കാണേണ്ട കാര്യമില്ല. അതിനൊക്കെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ നമ്മളുടെ ഇതുകളൊക്കെ വിട്ട് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പോകാം. സുരേഷ് കുമാർ കഴിയുന്നത് വേഗം സ്വർണ്ണ കൊടുത്തേക്ക് 1,00,000 റുപ്യ ഒഴിവായി പോട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ഞാനൊന്ന് ഇടപെട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ ചെയ്യാറില്ല. കാരണം അങ്ങനെ സംസാരിക്കേണ്ട ഒരു കേസല്ല. ആ കുട്ടി നിങ്ങൾ പോയിട്ട് നല്ലൊരു വിവാഹം കഴിച്ച് കഴിയുന്ന പറ്റിയ നിലയിൽ നിങ്ങൾക്ക് പരിചയമുള്ളതോ ആയിട്ടില്ല, നിങ്ങൾക്ക് മക്കളില്ല, ഒരു പ്രശ്നമില്ല, ജോലിയുണ്ട്. ഇൻഡോറിൽ നിന്നാണ് നിങ്ങൾ വന്ന് ഇൻഡോറിലേക്ക് കൈരളിയിൽ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്കൊരു പുതിയ ജീവിതം പ്രപ്പോസ് ചെയ്യില്ല. അനുജത്തിമാരോട് അല്ല ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത് അവരെ കഴിയുന്നതും വേഗത്തിൽ വിവാഹം കഴിപ്പിക്കുക. അവർക്ക് പറ്റിയൊരു ബന്ധു നിങ്ങളറിയുന്ന ആളുകളൊക്കെ എത്രയോ ഉണ്ടാവും. ഈ കുട്ടി നല്ല സത്യസന്ധമായ കുട്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വികാര പ്രകടനവും നടത്തുകയല്ല. മനസ്സിലായ? അപ്പോൾ കഴിയുന്നത് വേഗം. എന്താ രണ്ടാൾക്കും ഞാൻ കേൾക്കുന്നില്ലേ? അപ്പോൾ ആലോചന ഉള്ള ആളുകൾ നമ്മൾ അറിയുന്ന ആളുകളാവുക. അതാണ് കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് അറിയുന്ന ഇതിലൊക്കെ പെട്ട കുറേ കൂടി ഇതായിട്ടുള്ള നല്ല കുട്ടികളായിട്ടുള്ള ആളുകൾ. ആ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. ഷീസ് യങ്, ഒരു പ്രശ്നമില്ല, ജോലിയുണ്ട്, വെൽ എംപ്ലോയിഡ്, കേട്ടാ, ഒരു പ്രശ്നമില്ല. മോള് വളരെ സുഖമായിട്ട് ജീവിക്കും. ഇങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോഴോ അതൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ വിളിച്ചാൽ നമ്മളായി വേണ്ട ഉപദേശങ്ങൾ തരും. ഒരു പ്രശ്നമില്ല, കേട്ടാ. നാട്ടിലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. നാട്ടിലെന്തിനാ കൊണ്ടുവരണല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും വേണ്ട. അതൊക്കെ വിട്ടേ. മോള് പ്രതികാരത്തിനൊന്നും പോകണ്ട. അത് നമ്മൾ ചെയ്യേണ്ടതല്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ സമയം കിടത്തുക, നമ്മളെ മനസ്സിൽ കയറ്റി നടത്തുക. വെറുതെ തോളിലൊരു ലഗേജ് വിട്ടിട്ടൊരു ആവശ്യമില്ലാത്തൊരു ലഗേജ് നമ്മൾ ഇട്ട് നടക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതിനെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ ഈ ചിന്തകൾ മുഴുവൻ ഇന്ന് ഇവിടുന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി യു ലീവ് ഇറ്റ് 100%.
അയാളെ കാണുകയും വേണ്ട, അയാളോട് സംസാരിക്കുകയും വേണ്ട, അയാളെ കാശ് കിട്ടിയാൽ വാങ്ങിച്ചു. ആ കാശ് 1 ലക്ഷം റുപ്യ 2 പവനും. ആൻഡ് യു ഫൈൻഡ് അനദർ ലൈഫ്. കാരണം അയാൾക്ക് വേറെ ഇതുണ്ട്, പൈസയുടെ അത് കോടതി വിധിയായി കിടക്കുന്നുണ്ട്. അത് കിട്ടും. അത് അതിന് കേസ് കൊടുക്കുക, നിങ്ങൾ ഡൈവോഴ്സ് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ചേച്ചിമാർ ചെയ്യാറ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഇതിലപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ സാധാരണ ഇത് കൂട്ടി യോജിപ്പിക്കാൻ കണ്ടമാനം ശ്രമിക്കുന്ന ആളാണ്. പക്ഷേ ഇത് കൂട്ടി യോജിപ്പിക്കേണ്ട ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയില്ല. 38 ദിവസം ജീവിച്ച് 5 കൊല്ലം വഴിയാധാരമാക്കി സ്വർണ്ണോപയോഗത്തിന് വേണ്ടി മാത്രം വർത്തമാനം പറയുന്ന ഒരാളെ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി മോൾക്ക് തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിന്റെ ഭാര്യ സുനിത. ഒരു മകളാണ് അവർക്കുള്ളത്. 4.5 വർഷമായി കുവൈറ്റിലേക്ക് വീട്ടുജോലിക്കായി പോയതാണ്. ഇതിനിടയിൽ ഇതുവരെ വന്നിട്ടില്ല. വരാൻ പറ്റാഞ്ഞിട്ടല്ല, വേറെ ആരുടെയോ കൂടെയാണ് അവിടെ താമസമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഭാര്യയെ വിട്ടുകിട്ടാനായി ഇവിടെ വന്നിട്ടുള്ളത് ഭർത്താവ് സുരേഷാണ്. മാമനെയും കൂട്ടി വന്നിട്ടിരിക്കുകയാണ് പ്രവാസ ലോകത്തിനയുടെ മുമ്പിൽ. നമുക്ക് ചോദിക്കാം വിശദമായിട്ട്. ഈ സുനിതയുടെ നാട് എവിടെ? എൻ്റെ കുറ്റിച്ചലാണ്. കുറ്റിച്ചൽ ഇവിടെ അടുത്താണ്? കുറ്റിച്ചൽ, കാട്ടകട കുറ്റിച്ചൽ, ചപ്പാത്ത്. നിങ്ങളോ? നെയ്യാറ്റിങ്ങ പെരുമ്പള്ളി. ഓഹോ. ഒരു പോയിട്ട് എത്ര കൊല്ലായി? ഇപ്പം പോയിട്ട് 2013 ഫെബ്രുവരി 7-ാം തീയതി പോയി. പോയതിനു ശേഷം ഈ 3.25 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് 1 മാസം ചില്ലറ ദിവസം നിന്നിട്ട് അവൾ അങ്ങ് പോയി. പക്ഷേ ഈ 3.25 വർഷം വരെ എന്നിട്ട് ഇവളെ ഭാര്യയുടെ അമ്മ കുവൈറ്റിലാണ്. അതായത് ഇവരുടെ അമ്മ കുവൈറ്റിലാണ്? കുവൈറ്റില്. അപ്പൊ അമ്മയുടെ കൂടെയാണോ താമസിക്കുന്നത്? അല്ലല്ല, ഇവര് വേറെയാണ്. അവര് വേറെയാണ്. അപ്പോഴേ ഇവളെ അമ്മ കുവൈറ്റിൽ നിന്ന്, അപ്പോൾ കുവൈറ്റിലായിരുന്ന സമയത്താണ്. അപ്പം 15 ദിവസത്തെ ലീവിന് വന്നിട്ട് മോളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാതെ 3-ാം സ്ഥാനം വേറെ ബാലരാമപുരം നെല്ലിവിള കോളനിയിലുള്ള അനീഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് ഇവളെ അമ്മ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഇവളെ അമ്മ വരാതെ 3-ാം സ്ഥാനം അനീഷിൻ്റെ കൂടെയാണ് പറഞ്ഞു വിട്ടത്. ആദ്യം അവരെ കൂടെ ആയിരുന്നു. ഇപ്പം രണ്ടാമത് ലീവിന് വന്നിട്ട് 1 മാസം ചില്ലറ മാസം നിന്നിട്ട് ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അവർക്കാണെങ്കിൽ 3 ആൺപിള്ളേരാണ്, കൊച്ചു പിള്ളേരാണ്. ഒന്നാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അതിൻ്റെ താഴെയുള്ളത് UKG-യിൽ പോകണം, അതിൻ്റെ താഴെയുള്ളത് ചെറുതാണ്. പക്ഷേ അഞ്ചത്തിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അഞ്ചത്തിയുടെ മോളെ കൂടെയാണ്. അപ്പോൾ അത് ആ കൊച്ചിൻ്റെ ജീവിതം ഇല്ലാതാക്കി, എൻ്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കി. അപ്പോൾ ഞാൻ ഇനി ആർക്കും വേണ്ടി ഇനി ജീവിക്കും? പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എത്രയും പെട്ടെന്ന് വന്നിട്ട് അപ്പം ഭാര്യ പറയുന്നത് എന്നെ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മോളത്ത് എന്താ ചോദിച്ചപ്പോൾ മോള് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇനി അമ്മയ്ക്ക് ഇനി അച്ഛനെ വേണ്ട, അതുകൊണ്ട് എന്തോ കാര്യം പറയപ്പോൾ ഷിബു, അവൻ്റെ പേര് ഷിബു എന്നാണ്. ഭാര്യയുടെ കുഞ്ഞമ്പേരെ മോളെ പേര്, അവളെ പേര് സൗമ്യ, അവൻ്റെ പേര് ഷിബു ആണ്. അവന് ഗൾഫിൽ വണ്ടിയിലെ പണിയാണ്, മെക്കാനിക്കാണ്. അപ്പോൾ പറയും എന്ത് കാരണവശാലും ഇനി ആ ഷിബുവിനെ വിട്ടുകൊടുക്കില്ലെന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്, സുനിത പറയുന്നത്. അവരെ കുടുംബജീവിതം തകർത്ത് എൻ്റെ കുടുംബജീവിതം തകർത്ത് 6 വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഞാൻ 2011 സെപ്റ്റംബർ 28-ാം തീയതി ഞാൻ സൗദിയിൽ പോയി. ഞാൻ പോയി 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അവളെ അമ്മ കൊണ്ടുപോകാൻ എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞിട്ട് എന്നെ എന്താ ഇപ്പം നാട്ടിലാണ്. അമ്മ എന്താ പറയാ, അമ്മയല്ലേ ഇതിനെല്ലാം, അമ്മയാണ് ഇതിലെല്ലാത്തിനും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോള് +1 പഠിക്കാൻ. +1. ആരെ കൂടെ എന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഈ 6 വർഷം കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം കുടുംബക്കാരുടെ വീട്ടിലാണ്. ആദ്യം 4-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ ഭാര്യയുടെ അനുജത്തിയുടെ വീട്ടിലായിരുന്നു. അവിടെ മാറ്റി. ഇപ്പോൾ വന്നിട്ട് 10-ാം ക്ലാസ്സിൽ ഇപ്പം ജയിച്ചതിന് ശേഷം ആ ഭാര്യയുടെ മാമൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പം അവിടെ നിന്ന് ഇപ്പം മാറ്റി ഇപ്പം വേറെ ആക്കിയത്. ഇങ്ങനെ ഓരോ വീടുകളും മാറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയെ സ്നേഹം സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ഈ എനിക്ക് ഇവിടെ ഉണ്ട്. അവിടെ വീട് കുറ്റിച്ചലാണ്. അപ്പോൾ എൻ്റെ കുടുംബ വസ്തു വിറ്റിട്ടാണ് ഞാൻ 6 സെന്റ് സ്ഥലം ഭാര്യയുടെ കുറ്റിച്ചല് വാങ്ങിച്ചത്. അത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മകളെ നിങ്ങൾ എന്തുകൊണ്ട് കൂടെ താമസിപ്പിക്കുന്നില്ല? കൂടെ താമസിക്കാൻ പ്രായമായിരിക്കുന്ന മകളെ അച്ഛൻ്റെ കൂടെ കൊണ്ടുവരുമ്പോൾ നാണക്കേടുണ്ടാകും. അപ്പം അതിൻ്റെ ചുമതല അമ്മയ്ക്കാണല്ലോ. അമ്മയല്ലേ ഈ പ്രായപൂർത്തിയായ മോളെ നോക്കേണ്ടത്. എനിക്ക് എന്നും മോളെ നോക്കിയിട്ട് എനിക്കിരിക്കാൻ പറ്റും സാർ? അമ്മയല്ലേ ഇതിനെല്ലാം നോക്കേണ്ടത്.
ഇപ്പം ആ കുട്ടി സുരക്ഷിതയാണോ? സുരക്ഷിതയാണ്, കുഴപ്പമില്ല. നിങ്ങൾ പൈസ കൊടുക്കുമോ? ആ കുട്ടി മോൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് കാണാറുണ്ടോ? ആ ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു. അപ്പോഴ് മോള് പറയുന്നത് എന്തേ ഇങ്ങനെ നടന്നാൽ പറ്റില്ല, അത് മോൾക്ക് അമ്മ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ കണ്ടവരെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്താണ് സാറേ? ഞാൻ 6 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ വേറെ ഞാൻ ഒറ്റപ്പെട്ട് നടക്കുന്നത്. 10 ദിവസം കിടപ്പിലായി കഴിഞ്ഞാൽ ആരാണ് ഒരു ഗ്ലാസ് വെള്ളം തരാൻ, ഒരു നേരത്തെ ആഹാരം തരാൻ? അവർ വന്നാൽ സ്വീകരിക്കുമോ? സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടെന്നാണ് പറയുന്നത്. മോളടുത്ത് പറഞ്ഞത് നിൻ്റെ അച്ഛനെ എനിക്കിനി വേണ്ട എന്നാണ് അവൾ പറയുന്നത്. വേണ്ടെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും അതിന് തീരുമാനമാക്കിയിട്ട് അവളെ ഇഷ്ടത്തിന് പോകാൻ ഞാൻ സമ്മതമാണ്. അതെല്ലാം ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും ഞാനും തയ്യാറാണ്. പക്ഷേ ഭാര്യ പറയുന്നത് നിങ്ങൾക്ക് എനിക്കിനി നിങ്ങളെ വേണ്ടെന്നാണ് പറയുന്നത്. സുനിൽകുമാറിൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് സുനിത മറ്റൊരു ജീവിതം നയിക്കുന്നുണ്ട് എന്നാണ്. അതും മറ്റൊരു കുടുംബത്തോടെ ഒപ്പമാണ് എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്വന്തം ജീവിതം സുരേഷിനോടൊപ്പം കഴിയാൻ താല്പര്യമില്ല എന്ന് മകളെ അറിയിച്ചിട്ടുണ്ട് എന്നും സുരേഷ് കുമാർ പറയുന്നു. ഇത്തരത്തിൽ സുരേഷ് കുമാറിനെ പൂർണ്ണമായി തിരസ്കരിച്ച ഒരു ഭാര്യയുടെ ചിത്രമാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവർക്ക് ഇദ്ദേഹത്തിനോട് ഒരു താല്പര്യവുമില്ല, ജീവിതം തുടർന്നു കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് സുനിത എന്ന നിലയിലാണ് ഇദ്ദേഹം നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ വിചിത്രമായ ഒരാവശ്യവുമായാണ് സുരേഷ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സാധാരണ നിലയിൽ ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തി പറയാത്ത മഹത്തായ ഒരു വർത്തമാനമാണ് അയാൾ ധൈര്യങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അവർ നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് എൻ്റെ കൂടെ താമസിക്കണം, ഭാര്യയായിട്ട് ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്, സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ച് സ്നേഹിച്ച് മകളുമൊത്ത് ജീവിക്കാൻ തയ്യാറാണ്. സാധാരണ ആൾ പറയില്ല വേറൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്ന്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു സ്ത്രീയെ കൃത്യമായ ബോധ്യമുള്ള ഒരു അവസ്ഥയെ കുറിച്ചറിയുന്ന ഒരാൾ നമ്മളോട് പറയുന്നു ഞാൻ ആ സ്ത്രീയെ സ്വീകരിക്കാൻ തയ്യാറാണ്, എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണ്, ഇനിയുള്ള കാലത്തിൽ സന്തോഷത്തോടു കൂടി അവരെ സുരക്ഷിച്ചും സ്നേഹിച്ചും കഴിയാൻ തയ്യാറാണ്. സാധാരണ പുരുഷന്മാർ പറയുന്നൊരിതല്ല. അവിടെ നിന്നും കടന്ന് ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരനായ ഒരു വ്യക്തി ഇത്രയും വികാസമുള്ള മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇനി അവൾക്ക് എന്നെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിലും ഞാൻ അവളെ ഉപേക്ഷിച്ച് അവൾ നല്ല ജീവിതം നയിച്ചോട്ടെ. ഇതിലും കൂടുതൽ എന്താണ് ഒരു ഭർത്താവ് പറയാനുള്ളത്, ഒരു മനുഷ്യൻ പറയാനുള്ളത്? ഈ 2 വർത്തമാനങ്ങൾ പറയുന്നതോടുകൂടി നമ്മളെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതരായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളെക്കാൾ അപ്പുറത്താണ് സുരേഷ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കധികം പേര് സുരേഷിനെ പോലെ കാണാനില്ല കേരളത്തിൽ. നമുക്ക് അത്തരത്തിലുള്ള ആളുകളില്ല സുരേഷിനെ പോലുള്ള ആളുകൾ. സുരേഷ് വലിയ മനുഷ്യനാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എത്ര കണ്ട് വിദ്യാഭ്യാസമുണ്ട്, എത്ര കണ്ട് വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ തീരുമാനിക്കട്ടെ. സുരേഷ്, നിങ്ങളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഭാഗം എല്ലാവർക്കും ബോധ്യപ്പെട്ട്, അവർക്കും ബോധ്യപ്പെട്ടു. ഇതിലും കൂടുതൽ മനുഷ്യന് പറയാനില്ല.
അല്ല ഞാൻ പറയുന്നത് ഇനി അവൾക്ക് എന്തെങ്കിലും വേണ്ടെങ്കിൽ വന്നിട്ട് എന്റെ കാര്യത്തിന് തീരുമാനമാക്കിയിട്ട് അവൾക്ക് അവളെ ഇഷ്ടത്തിന് തീരുമാനത്തിൽ അല്ലേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ബോധ്യായി. നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയണോ, നിങ്ങൾ എന്താണ് നിലപാടെടുത്തുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. ഒരു മനുഷ്യത്വത്തിൻ്റെ കണികയുണ്ടെങ്കിൽ സുനിത ഇത് ശ്രവിക്കേണ്ടതാണ്, സുനിത തീരുമാനമെടുക്കേണ്ടതാണ്, സുനിത ബന്ധുക്കളിൽ ഇടപെട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവും സുരേഷ്. ഓക്കെ, കുവൈറ്റിലെ മലയാളികൾ ഇത് ശ്രവിക്കും. അബ്ബാസിയയിലാണ് അവർ താമസിക്കുന്നുണ്ടെങ്കിൽ അബ്ബാസിയയിൽ ധാരാളം മലയാളികളുള്ള സ്ഥലമാണ്, നമ്മളുടെ സംഘടനയുടെ ആളുകളുള്ള സ്ഥലമാണ്, നമ്മുടെ പ്രവാസ ലോകത്തിൻ്റെ ആളുകളുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകും. എത്രയും പെട്ടെന്ന് വരുത്തി തീരുമാനം. ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ സമാപിക്കുകയാണ്.